വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മൈ ഡിയറസ്റ്റ് ബോസ് എന്ന ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ സിൻസിൻ എൻ്റെ വീട്ടിലുണ്ട്, കാണണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ ലിയാൻ പറഞ്ഞത് കേട്ട് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും ഞാൻ ഉടനെ തന്നെ വരാം എന്നവൾ പറയുന്നു. സിൻസിൻ ആണാണോ പെണ്ണാണോ എന്നവൾ ചോദിക്കുന്നു. പെണ്ണാണോ എന്നറിഞ്ഞ ശേഷം ഒരു പാർട്ടി വെയർ ധരിച്ച് ഹെവി മേക്കപ്പും ഹൈ ഹീൽസും ഒക്കെ ഇട്ടാണ് അവൾ അവൻ്റെ വീട്ടിലേക്ക് പോയത്. അവളുടെ കോലം കണ്ട് നീ എന്താ റെഡ് കാർപ്പറ്റിൽ പോകാൻ വന്നതാണോ, വെറുതെ കാല് വേദനിപ്പിക്കാത്ത ഹീൽസ് ഉരുക്കളയാൻ അവൻ പറഞ്ഞെങ്കിലും അവളത് മൈൻഡ് ചെയ്യാതെ സിൻസിൻ എവിടെ ചോദിക്കുന്നു. അവൾ എൻ്റെ മുറിയിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ ശരിക്കും ഞെട്ടുന്നു. അപ്പോഴാണ് സിൻസിൻ ഇവിടെ ഉണ്ട് എന്നൊരു സ്ത്രീ ശബ്ദം പുറകിൽ നിന്ന് കേട്ടത്. ശത്രുവിനെ കാണാനായി തിരിഞ്ഞു നോക്കിയ യൂഷിൻച ശരിക്കും ഞെട്ടിയത് ഇപ്പോഴാണ്. മുമ്പ് നമ്മൾ പലതവണ കണ്ട മിസ്റ്റീരിയസ് ആൻറ്റിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് ലിയാൻ അവരെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവളെ അമ്മയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. യൂഷിൻച ഇപ്പോഴും ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. പരിചയപ്പെട്ട ശേഷം ഡിന്നർ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് പോകുന്നു. സിൻസിൻ നിന്റെ അമ്മയായിരുന്നു, എക്സ് ഗേൾഫ്രണ്ട് അല്ലേ എന്ന് അവൾ അമ്പരപ്പോടെ അവനോട് ചോദിക്കുന്നു. എൻ്റെ എക്സ് ഗേൾഫ്രണ്ട് എന്തിനാണ് ഇവിടെ വരുന്നത് എന്നവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി ഓടി വന്ന് ഞാനാണ് സിൻസിൻ, ഇതെൻ്റെ ബ്രദറാണ് എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ചത്. ഇതാണോ ചേട്ടൻ്റെ ഗേൾഫ്രണ്ട്, കണ്ടിട്ട് അത്ര പോരെന്ന് തോന്നല്ലോ എന്നവൾ പറയുന്നു. ശത്രുവിനെ പോലെ കരുതി അണിഞ്ഞൊരുക്കി കാണാൻ വന്ന സിൻസിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് യൂഷിൻച ഇപ്പോഴും. ഡിന്നർ കഴിഞ്ഞ അമ്മയും സിൻസിനും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. അതിനുശേഷം ഫാമിലിയെക്കുറിച്ച് ആദ്യമായി അവൻ അവളോട് സംസാരിക്കുന്നു. അവൻ്റെ അമ്മയ്ക്ക് തലയ്ക്ക് നല്ല സുഖമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ വർഷങ്ങളോളം വീട്ടിൽ പൂട്ടിയിട്ടിരുന്നു. സഹിക്കവയ്യാതെ അവസാനം അമ്മ സിൻസിനെയും കൊണ്ട് ഒളിച്ചോടിയതാണ്. പിന്നീട് കുറേ വർഷങ്ങൾ അമ്മയെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അമ്മ അവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നത്. ഇപ്പോൾ സുരക്ഷിതയാണ്, സുഖമായി കഴിയുന്നു എന്നാണ് അമ്മ പറഞ്ഞത് എന്നവൻ പറയുന്നു. സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ വളർന്നവനല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ നീയുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഞാൻ ശ്രമിക്കാം. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചാൽ നീ അത് പറഞ്ഞു തരണം എന്നൊക്കെ അവൻ അവളോട് പറയുന്നുണ്ട്. നിന്റെ അമ്മ നിന്നെ നന്നായി തന്നെയാണ് വളർത്തിയത്, എനിക്കിപ്പോൾ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. അടുത്ത ഒരു ദിവസം യൂഷിൻച ലിയാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി ഹെങ്ദാനെ കാണുന്നു. അവൻ്റെ വയർ കണ്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ, അതിനുള്ളിൽ നിനക്ക് ഇത്ര വയർ വെച്ചോ എന്ന് അവൾ ചോദിക്കുന്നു. സിയാസിയ ഒരു ഗൈനോക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അവളെ കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഗർഭിണികളെ കണ്ടപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നെനിക്ക് തോന്നി. അതിനുവേണ്ടി ഞാൻ വയർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹെങ്ദാൻ പറഞ്ഞത്. വെറുതെ സിയാസിയയുടെ പുറകെ നടന്ന് സമയം കളയണ്ട, അവൾ ഈ ജന്മം നിന്നെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് യൂഷിൻച പറഞ്ഞെങ്കിലും അവൻ അത്ര കാര്യമാക്കുന്നില്ല. ലിയാൻ്റെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കാനായി അവന് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് അവൾ ഹെങ്ദാനോട് ചോദിക്കുന്നു. അവൻ ആർക്കിടെക്ചർ വളരെ ഇഷ്ടമാണെന്ന് ഹെങ്ദാൻ പറഞ്ഞപ്പോൾ പിന്നെ അവൻ എന്താണ് അവൻ്റെ ഫാമിലിയുടെ കമ്പനിയിൽ ജോലി ചെയ്യാതെ ഇവിടെ വന്ന് വേറെ ജോലി ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടം സംഭവിച്ചു. ബിൽഡിങ്ങിന് മുകളിൽ നിന്നും അവൻ്റെ കൺമുന്നിൽ വെച്ച് ഒരാൾ താഴെ വീണ് മരിച്ചു. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ സംഭവിച്ചതെന്ന കുറ്റബോധം അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്ന് ഹെങ്ദാൻ അറിയിക്കുന്നു. മുമ്പ് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ആരോ താഴേക്ക് ചാടിയെന്ന് പറഞ്ഞ് അവനുണ്ടായ വെപ്രാളം അപ്പോൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ലിയാൻ ഒരു സൈക്കിൾ വാടകയ്ക്കെടുത്ത് അതുമായി അവൾക്കരികിലേക്ക് എത്തി അതിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞത്. നിന്റെ മനസ്സിലെ ആ ഭയം ഞാൻ ഇല്ലാതാക്കുന്നുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ ഒപ്പം പോകുന്നു. വീട്ടിലെത്തിയ ശേഷം നിനക്ക് ഫർണിച്ചർ ഡിസൈനിങ് അല്ല ചേരുന്നത്, ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ അവൾ ഇൻഡയറക്റ്റായി അവനോട് പറയുന്നുണ്ട്. അവൾക്ക് ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടാകുന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ലിയാൻ കരുതുന്നു. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്നവൻ പറയുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് മനസ്സിലായി എന്ന് വിചാരിച്ച് അവൾ അപ്പോൾ സന്തോഷിച്ചെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് എന്താണെന്ന് അവൾ തിരിച്ചറിയുന്നത്. ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ കിട്ടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടത്താൻ എന്താണ് കാരണമെന്ന് ചോദിച്ചുകൊണ്ട് അവൾ ലിയാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിനക്ക് അങ്ങോട്ടേക്ക് മാറണം എന്നല്ലേ നീ കുറച്ച് ദിവസം മുമ്പ് സൂചിപ്പിച്ചത്? മാത്രമല്ല നിന്റെ വീട്ടിൽ നീ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാനിവിടെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിച്ചിരുന്നു. ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഡിസൈനിങ് ആണത് എന്നാണ് അവർ അഭിപ്രായം പറഞ്ഞത്. വെറുതെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറിയ ചെറിയ പണികൾ ചെയ്ത് സമയം കളയാതെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നതാണ് നല്ലത് എന്നവൻ പറയുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, നിന്റെ കാര്യമാണ്. 5 വർഷം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് നിനക്ക് ഇഷ്ടമുള്ള ആർക്കിടെക്ചർ ഫീൽഡ് വിട്ട് മാറി നിൽക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നവൾ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നവൻ പറയുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ തൻ്റെ ജോലിയെ അവൻ കുറച്ച് കണ്ടതിൽ അവൾക്കും ദേഷ്യം വരുന്നു. ഞാൻ ഇത്ര നാളും ഒരു അർത്ഥവുമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ നീ പറയുന്നത്? ഞാൻ പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല കരുതുന്നത്. ഏത് ജോലിയാണെങ്കിലും അത് ആത്മാർത്ഥമായി ചെയ്യുന്നതിലാണ് കാര്യം എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അവനോട് അത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പോഴാണ് കെക്കെ അവൾക്ക് കഴിക്കാൻ ഒരു കവർ ബണ്ണുമായി അവിടേക്ക് വന്നത്. നീ ബോസുമായി വഴക്കിടുന്നൊന്ന് മതിയാക്കാമോ? നീ ഇതുവരെ ലഞ്ച് കഴിച്ചോ? ഇല്ലല്ലോ. സത്യത്തിൽ ഇതും തന്ന് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ബോസാണ്. മാത്രമല്ല നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ബോസ് സ്റ്റാഫിൻ്റെ മുമ്പിൽ എപ്പോഴും അംഗീകരിച്ചു കഴിഞ്ഞു. നീയാണ് ഇപ്പോഴും അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നതെന്ന് കെക്കെ പറയുന്നു. ഇതുകൂടി കേട്ടപ്പോൾ അവനോട് പിണങ്ങി തൊട്ട് ശരിയായില്ല എന്ന് അവൾക്ക് തോന്നുന്നു. പിണക്കം മാറ്റാൻ എന്താ ഒരു വഴിയെന്ന് അവൾ കെക്കയോട് ചോദിക്കുന്നുണ്ട്. കൊഞ്ചിക്കൊണ്ട് സോറി പറഞ്ഞാൽ മതിയെന്ന് കെക്കെ പറഞ്ഞ ഐഡിയ വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്കിലും
അവൾക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. അപ്പോഴാണ് ജനൽ ഗ്ലാസ്സിൽ അവൻ വരച്ച പടം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ടുടൻ അവൾ അവൻ്റെ വീട്ടിലേക്ക് ഓടുന്നുണ്ട്. വാതിൽ തുറന്ന് അവനെ കെട്ടിപ്പിടിച്ച് വഴക്കുണ്ടാക്കിയതിന് അവൾ സോറി പറയുന്നു. അവനവളെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടി സ്നൈൽ റൈസ് നൂഡിൽസ് റെഡിയായിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ. അതിൻ്റെ സ്മെല്ല് അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൾ അവിടെ ഇരുന്നത് കഴിക്കാതെ നൂഡിൽസുമായി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളോട് അഭിപ്രായം ചോദിക്കാതെ അവളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തതിന് അവനും സോറി പറയുന്നു. ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത് എന്ന് അവൾ അപ്പോൾ പറയുന്നു. എൻ്റെ അച്ഛനൊരു കമ്പനിയിൽ ഡിസൈനറായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു പ്രൊഡക്റ്റിൻ്റെ പോരായ്മ കാരണം ഒരു കസ്റ്റമർ മരിക്കുകയുണ്ടായി. അതിൻ്റെ കുറ്റബോധം കാരണം എൻ്റെ അച്ഛൻ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഡിസൈനിങ് ഫീൽഡിലേക്ക് കടക്കാൻ എൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട് എന്നവൾ പറയുന്നു. പക്ഷേ ഡിസൈനിങ് ഫീൽഡിലേക്ക് കടക്കാൻ എനിക്ക് യോഗ്യത ഉണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നവൾ പറയുന്നു. നിനക്ക് യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് എന്നപ്പോൾ അവൻ പറയുന്നുണ്ട്. ജോലി മാറുന്നതിന് മുമ്പ് അവൾ ഒരു ലവ് കോൺട്രാക്റ്റ് തയ്യാറാക്കി നൽകിയിട്ട് അതിൽ ഒപ്പിടാൻ അവനോട് പറയുന്നു. ലവേഴ്സിനിടയിൽ കോൺട്രാക്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ കണ്ണുടച്ചിരുന്നെങ്കിലും നീ കേട്ടു നോക്ക് എന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കേൾപ്പിക്കുന്നു. 3 കണ്ടീഷൻസാണ് അവൾ അതിൽ എഴുതിയിരുന്നത്. ലവേഴ്സാണ് എന്നതിൻ്റെ പേരിൽ ജോലിയിൽ അവൾക്ക് പ്രൊമോഷൻ നൽകുകയോ സാലറി കൂട്ടി കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. ഓവർ ടൈം ജോലി ചെയ്യേണ്ട ആവശ്യം വന്നാൽ അത് ചെയ്യാൻ സമ്മതിക്കണം. 3ാമത്തെ കണ്ടീഷൻ, നമ്മൾ തമ്മിൽ വഴക്കിടുന്നത് പ്രശ്നമില്ല, പക്ഷേ ഒന്നും തുറന്നു പറയാതെ മനസ്സിൽ വെച്ച് പെരുമാറരുത്. പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇത്രയുമായിരുന്നു അവളുടെ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വഴക്കിട്ടാലും അതിൻ്റെ പേരിൽ വിശന്നിരിക്കാൻ പാടില്ല എന്നുകൂടി അവൻ പറയുന്നു. യൂഷിൻചാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ആൻറ്റി ഈ വീട് എനിക്ക് തന്നുകൊണ്ടല്ലേ എനിക്ക് നിന്നെ കാണാൻ പറ്റിയത് എന്ന് പറഞ്ഞ് ആൻറ്റിക്ക് നന്ദി പറഞ്ഞപ്പോൾ നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഓഫീസിൽ വെച്ച് കാണുമായിരുന്നല്ലോ എന്ന് പറയുന്നു. ഓഫീസിൽ വെച്ച് കണ്ടാലും ഇതുപോലെ നമ്മൾ ഒരിക്കലും പരസ്പരം മനസ്സിലാക്കില്ലായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് അവൾ പറയുന്നുണ്ട്. കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവൾ അവനെ വിടാതെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. യൂഷിൻചയ്ക്ക് അത്യാവശ്യമായി അങ്കിളിൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോകണം, എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കുട്ടികളെ പോലെ വാശി പിടിക്കുകയാണ് ലുയാൻ. നീ കൂടി വന്നാൽ ഇന്ന് രാത്രി നിന്നെ ഞാൻ എവിടെ കൊണ്ട് താമസിപ്പിക്കും? അങ്കിളിൻ്റെ വീട്ടിൽ നിന്നെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെല്ലുന്നത്? അതുകൊണ്ട് ഞാൻ പോയിട്ട് വരുന്നവരെ നല്ല കുട്ടിയായി വീട്ടിലിരിക്കാൻ അവൾ പറയുന്നു. ലുയാൻ അവസാനം അത് സമ്മതിക്കുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞാണ് യൂഷിൻച മടങ്ങിയെത്തിയത്. ലുയാന് സർപ്രൈസ് നൽകാനായി അവനോട് പറഞ്ഞതിനേക്കാൾ നേരത്തെ അവൾ വരുന്നുണ്ട്. വീടിനടുത്തെത്താറായപ്പോൾ അവൾക്ക് ആൻറ്റിയുടെ കോൾ വരുന്നു. ആൻറ്റിയോട് സംസാരിച്ചപ്പോഴാണ് ആൻറ്റിയുടെ വീട് എന്നേ വിറ്റുവെന്നും ആൻറ്റി അവൾക്ക് അങ്ങനെ വീട് നൽകിയിട്ടില്ല എന്നും അവൾ അറിയുന്നത്. പിന്നെ ആരായിരിക്കും എനിക്ക് വീട് തന്നതെന്ന് യൂഷിൻച ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവളെ കാണാനെന്നും വീടിന് മുന്നിൽ നിൽക്കുന്ന ലുയാൻ്റെ അമ്മയെ അവൾ കണ്ടത്. അവർ ഒരു ഹോട്ടലിൽ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അമ്മ തനിച്ച് എന്നെ കാണാൻ വന്നത് ലുയാനുമായി ബ്രേക്കപ്പ് ആകണമെന്ന് പറയാനായിരിക്കുമോ എന്ന് ചിന്തിച്ച് യൂഷിൻച ആ രംഗം ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കുന്നുണ്ട്. അമ്മ വലിയൊരു തുകയുടെ ചെക്ക് അവൾക്ക് നീട്ടിയിട്ട് മകനുമായി ബ്രേക്കപ്പ് ആകണമെന്ന് ആവശ്യപ്പെടുന്ന രംഗം ഭാവനയിൽ കണ്ടിരിക്കുമ്പോഴാണ് ഒരു സഹായം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത് എന്നവർ പറഞ്ഞത്. ആൻറ്റി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ലുയാനോട് ബ്രേക്കപ്പ് ആകില്ല എന്നവൾ അങ്ങോട്ട് കയറി പറഞ്ഞത് കേട്ട് അവർ ചിരിക്കുന്നു. അവനുമായി പിരിയണമെന്ന് പറയാനല്ല ഞാൻ വന്നത്, മാത്രമല്ല എനിക്ക് പകരം അവൻ്റെ കാര്യങ്ങൾ നോക്കി നീ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. മറ്റൊരു കാര്യം പറഞ്ഞ് നിന്നോട് ക്ഷമ പറയാനാണ് ഞാനിപ്പോൾ വന്നത്. നിന്റെ ആൻറ്റിയിൽ നിന്ന് പാരമ്പര്യ സ്വത്തായി കിട്ടിയെന്ന് കരുതി നീ താമസിക്കുന്ന വീടില്ലേ, അത് നിന്റെ പേരിലാക്കിയത് ഞാനാണ്. നീ ലുയാൻ്റെ വീടിനടുത്ത് വന്ന് താമസിക്കാൻ വേണ്ടി തന്നെ ഞാനത് അറേഞ്ച് ചെയ്തതാണ് എന്നവർ പറയുന്നു. യൂഷിൻചയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തിനാണ് ചെയ്തത് എന്നവൾ ചോദിക്കുന്നു. അവർ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇത് നിന്റെ അച്ഛനല്ലേ, ലുയാനുമായുള്ള നിന്റെ ബന്ധം വെച്ച് നീ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ലുയാൻ്റെ മുന്നിൽ വെച്ച് ഒരാൾ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. അത് നിന്റെ അച്ഛനാണ്. ആ സംഭവം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കരിനിഴൽ പോലെ കിടക്കുകയാണ്. അത് തുടച്ചു മാറ്റാൻ അവനെ സഹായിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത് എന്നവർ പറയുന്നു. അറിഞ്ഞ പുതിയ കാര്യങ്ങൾ യൂഷിൻചയ്ക്ക് ശരിക്കും ഷോക്ക് തന്നെയായിരുന്നു. അതിലുപരി തൻ്റെ അച്ഛൻ കാരണം അവനിപ്പോഴും വേദനയിലാണല്ലോ എന്ന കുറ്റബോധവും അവൾക്ക് തോന്നുന്നു. അവൾ സിയാസിയായി വിളിച്ച് കാര്യമെല്ലാം പറയുന്നതിനാൽ അവൾ യൂഷിൻചയ്ക്ക് അരികിലേക്ക് വരുന്നു. നിനക്ക് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല, ആരും അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ലല്ലോ, അപകടമല്ലേ, എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിൽ നിന്ന് അത് മായ്ച്ചു കളയാൻ ശ്രമിക്കാൻ അവൾ പറയുന്നു. വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലല്ലോ ഇത്, മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റുമെന്ന് യൂഷിൻച പറയുന്നു. അപ്പോഴാണ് ഹെങ്ദാൻ ജിയാസിയെ കാണാൻ പോകാൻ വേണ്ടി മാത്രം ഗർഭിണികളെ പോലെ വയറു വീർപ്പിച്ചത് അവളുടെ മനസ്സിലേക്ക് വന്നത്. പെട്ടെന്ന് എന്താ ഐഡിയ കിട്ടിയതുപോലെ അവൾ ചാടി എഴുന്നേറ്റ് എന്താണ് വേണ്ടത് എന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. യൂഷിൻച മടങ്ങി വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അവളുടെ വിളി വരാത്തതിനാൽ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ലുയാൻ. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അവൻ ആവശ്യത്തോടെ ചാടി ഫോൺ എടുത്തെങ്കിലും പേടിച്ചാരുടെ യൂഷിൻചയുടെ ശബ്ദമാണ് അവൻ കേട്ടത്. ഇവിടെ എൻ്റെ മുന്നിൽ ഒരു അപകടമുണ്ടായി, പേടിച്ചിട്ട് എനിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല എന്നവൾ പറഞ്ഞപ്പോൾ നീ അവിടെ തന്നെ ഇരിക്കുക, ലൊക്കേഷൻ എനിക്ക് സെൻഡ് ചെയ്തേക്ക്, ഞാൻ ഉടനെ എത്താമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഓടുന്നു. അവൻ ചെല്ലുമ്പോൾ പേടിച്ച് കുറച്ച് ഒരു ബെഞ്ചിലിരിക്കുകയായിരുന്നു അവൾ. എന്താണ് സംഭവിച്ചതെന്ന് അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഞാൻ പാൻകേക്ക് വാങ്ങാൻ വേണ്ടി റോഡിന് എതിർവശത്തുള്ള ഷോപ്പിലേക്ക് പോയതാണ്. ഷോപ്പിലെ ആൻറ്റി കടയടയ്ക്കാൻ തുടങ്ങിയിട്ടും ഞാൻ ചെല്ലുന്നത് കണ്ടുകൊണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. എനിക്ക് സാധനം തന്ന ശേഷം ഷോപ്പ് അടച്ച് അവർ
റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. ഞാനത് വാങ്ങാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ വെയിറ്റ് ചെയ്യില്ലായിരുന്നു, എങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കില്ലായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവൾക്ക് അറിയാൻ തുടങ്ങുന്നു. അതങ്ങനെ നിൻ്റെ തെറ്റാകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ഡ്രൈവറും നിന്നെ നേരത്തെ പിക്ക് ചെയ്യാൻ എത്തായിരുന്ന ഞാനും എല്ലാം കുറ്റക്കാരനാണ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ പല കാരണങ്ങളുമുണ്ട്. അതെല്ലാം നിൻ്റെ തെറ്റാണെന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. അത്രയുമായപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്സിഡൻറ്റ് നിൻ്റെ തെറ്റല്ല. നീ ഇപ്പോഴും അതിൻ്റെ കുറ്റബോധത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ഇന്നെനിക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണിത്. നിന്നെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഈ വഴി പ്രയോഗിച്ചെന്നേ ഉള്ളൂ എന്ന് യൂഷിങ്ചെ പറയുന്നു. അവൻ ദേഷ്യപ്പെടും എന്നാണ് അവൾ കരുതിയെങ്കിലും അതുണ്ടായില്ല. എനിക്കൊരു മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട്. നിന്റെ മുന്നിൽ അന്ന് വീട് മരിച്ചത് എൻ്റെ അച്ഛനാണ് എന്ന് അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ ലിയാൻ ആകെ വല്ലാതെയാകുന്നു. അവൾ പക്ഷേ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട്, മുമ്പ് നിന്നോട് അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു. ഇത്രയും കാലം നീ ഈ കാരണം കൊണ്ട് വളരെയധികം വിഷമിച്ചു. ഇനിയും അതിൻ്റെ ആവശ്യമില്ല. നിന്റെ തെറ്റുകൊണ്ടല്ല എൻ്റെ അച്ഛൻ മരിച്ചത്. ഞാനിത് പറയുന്നത് നീ വീണ്ടും ആർക്കിടെക്റ്റ് ഫീൽഡിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടിയല്ല. അച്ഛനില്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ ഒക്കെ സ്നേഹം കിട്ടി നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ വളർന്നത്. അച്ഛനില്ലാത്തതിൻ്റെ വിഷമമൊക്കെ ഞാൻ അന്നേ മറന്നു കഴിഞ്ഞു. അതുകൊണ്ട് നീയും നിൻ്റെ മനസ്സിൽ നിന്ന് ഈ ഭാരം ഇറക്കി വെക്കണം എന്നവൾ പറയുന്നു. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവനോട് പറയാൻ ഉപയോഗിച്ച മെത്തേഡ് കുറച്ച് കൂടിപ്പോയോ, ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നുന്നതിനാൽ അവൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാമെന്ന് അവൾ വിചാരിക്കുന്നു. അവൾ ചെല്ലുമ്പോൾ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അകത്ത് കയറിയപ്പോൾ മുറിയിലാകെ ഇരുട്ടുമാണ്. ലൈറ്റൊന്നും വിടാതെ ഇവൻ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവൾ അവനെ വിളിച്ചുകൊണ്ട് അകത്തെല്ലാം തിരയുന്നു. ആരോ പുറകിൽ കൂടി വന്ന് തോളിൽ പിടിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയ യൂഷിങ്ചെ മുഖം മൂടി വെച്ച് നിൽക്കുന്ന വികൃത രൂപം കണ്ട് ബോധം കെട്ട് വീഴുന്നു. അവൾക്ക് ബോധം വീണപ്പോൾ ലിയാനും ഷിയാൻഷിയോയും ഹെങ്ദാനും എല്ലാം അടുത്തുണ്ട്. എന്തെങ്കിലും അസുഖം വരുമ്പോൾ എന്നെ വിളിക്കാതെ ആശുപത്രിയിൽ പോകണം. ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്. എല്ലാ അസുഖങ്ങളും എനിക്കറിയില്ല എന്ന് സിയാസിയെ പറഞ്ഞപ്പോൾ എൻ്റെ ഗേൾഫ്രണ്ട് പറയുന്നത് ശരിയാണ് എന്ന് ഹെങ്ദൻ പറയുന്നു. അവർ ഉടനെ തന്നെ യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. ഇവർ എപ്പോഴാണ് ഇങ്ങനെ ആയതെന്ന് യൂഷിങ്ചെ അത്ഭുതത്തോടെ ലിയാനോട് ചോദിക്കുന്നു. നിന്റെ ബർത്ത്ഡേയുടെ അന്നാണ് എന്ന് ലിയാൻ പറഞ്ഞപ്പോൾ എന്നിട്ട് ഇതുവരെ രണ്ടുപേരും അക്കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അവൾ അത്ഭുതപ്പെടുന്നു. മുഖംമൂടി വെച്ച് പേടിപ്പിച്ച് എന്തിനാണെന്ന് അവൾ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ നിന്നെ കാണാൻ വന്നിരുന്നു അല്ലേ, അത് പറയാതെ നീ വളഞ്ഞു പിടിച്ച് വളരെ ബുദ്ധിമുട്ടി കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഓർത്തപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി. നിന്നെ അത് പേടിപ്പിക്കാമെന്ന് കരുതി ഹെങ്ദാനാണ് മുഖംമൂടി ഐഡിയ തന്നത്. ഇത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് അവൻ ആ മുഖംമൂടി എടുത്ത് കാണിക്കുന്നു. എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് അവളെ തട്ടിമാറ്റുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ അവൾ ലിയാൻ്റെ അമ്മയെ കണ്ട് ഇത്ര ദിവസം അവിടെ താമസിച്ചതിന് പകരമായി വാടക നൽകുന്നു. പക്ഷെ അവരത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല അവളോട് എത്ര കാലം വേണമെങ്കിലും അവിടെ താമസിച്ചുകൊള്ളാൻ പറയുന്നു. അതിൽ ഞാൻ സമ്മതിക്കില്ല, അവൻ എന്നോട് താമസം മാറാൻ പറഞ്ഞിരിക്കുകയാണ് എന്നവൾ പറഞ്ഞപ്പോൾ അവനെ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ടെങ്കിലും അവൻ്റെ ഒപ്പം താമസമാക്കാനാണ് പറഞ്ഞത് എന്നറിഞ്ഞപ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ട്. അന്ന് തന്നെ അവൾ ലിയാൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റുന്നുണ്ട്. അടുത്ത തന്നെ ഒരു ദിവസം ഓഫീസിൽ വെച്ച് അവളെ റൂഫ് ടോപ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ച് ആർക്കിടെക്ട് ഫീൽഡിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ച കാര്യം അവൻ അറിയിക്കുന്നു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. ലൈഫിലുണ്ടായിരുന്ന സീരിയസ് ആയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രണ്ടുപേരും സന്തോഷമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് ഹാപ്പിയായി നിൽക്കുന്നിടത്ത് മൈ ഡിയറസ്റ്റ് ബോസ് എന്ന ഈ ഷോർട്ട് സീരീസ് അവസാനിക്കുന്നു.